അമ്മ ഇത് എങ്ങോട്ട് പോവാൻ ഇറങ്ങിയിരിക്കുന്നേ? ആശുപത്രിയിലേക്ക്. അപ്പൊ അതറിയാം. എന്നിട്ടാണോ ഇങ്ങനെ പട്ടുസാരി ഉടുത്ത് അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നേ? ഇതിനെന്താ കുഴപ്പം? ഇതിനെന്താ കുഴപ്പമെന്നോ? അമ്മ പോയി വല്ല പഴയ നൈറ്റ് ചുരിദാർ പോയിട്ടെ. പോയേ പോ. വീട് വേണേ. അതെ, വീട്ടിൽ ഇരിക്കുമ്പോ പോലും നീ ഈ പറഞ്ഞ നൈറ്റിയും ചുരിദാറൊന്നും ഞാൻ ഇടാറില്ല. പിന്നെയാണോ ഹോസ്പിറ്റലിൽ പോകുമ്പോ? അമ്മ ഹെൽത്ത് ചെക്കപ്പിന് പോവല്ല, ഹാർട്ട് അറ്റാക്ക് വന്നു അഭിനയിക്കാൻ പോവാ. അതിന് ഈ ഡ്രസ് മാച്ച് ആവില്ല. എടീ, ഡ്രസ്സിലല്ല, പെർഫോമൻസിലാ കാര്യം. നീ അതെ ഞാൻ അഭിനയിക്കുന്ന ഒന്ന് കണ്ടു നോക്ക്. അയ്യോ, ഓ അയ്യോ, വേദനിക്കുന്നേ, വേദനിക്കുന്നേ. അയ്യോ അമ്മ, അവിടെയല്ല, ഇവിടെ കൈവെക്കി. അയ്യോ സോറി മോളെ, വെപ്രാളത്തിൽ മറന്നുപോയി. അമ്മ ഇത് കോളം ആക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. അയ്യോ അമ്മേ, ദേ പ്രിയ ചേച്ചി വിളിക്കുന്നു. അവളെന്തിനാ നിന്നെ വിളിക്കുന്നേ? അമ്മേ, അതൊരു സിഗ്നലാ. പ്രിയ ചേച്ചി രാജുവിനെയും ജയൻ ചേട്ടനെയും സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കടയിലേക്ക് പറഞ്ഞു വിടും. ആ സമയത്ത് വേണം അമ്മ ഹാർട്ട് അറ്റാക്ക് അഭിനയിക്കാൻ. അപ്പൊ രാജു അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അത് ശരി, എങ്കിൽ ഞാൻ ഇപ്പൊ വരാം മോളെ. അമ്മ ഇത് എവിടെ പോവാ? നീയല്ലേ പറഞ്ഞേ സാരി പോരാന്ന്. ഞാനിത് മാറ്റി ഒരു സിമ്പിൾ സാരി എടുത്തോണ്ട് വരാം. എന്റെ പൊന്നമ്മേ, രാജു ഇപ്പൊ നമ്മുടെ വീടിന്റെ മുന്നിലൂടെ കടന്നു പോവും. സാരിയൊക്കെ ഇത് മതി. അമ്മ വേഗം ഒന്നും അഭിനയിച്ച് കാണിച്ചേ, വേഗം. ശരി മോളെ. ഓക്കെ അല്ലേ? കൈയൊന്നും മാറിപ്പോയില്ലല്ലോ? ഇല്ല, ഇത് അമ്മയുടെ കൈ തന്നെയാ. കളിയാക്കുന്നോടി. അമ്മേ, ഒരു മിനിറ്റ്. അമ്മേ, തുടങ്ങിക്കോ തുടങ്ങിക്കോ. വാ, ഇരിക്ക്. അയ്യോ അയ്യോ അമ്മേ, അയ്യോ അമ്മ എന്ത് പറ്റി അമ്മേ? അമ്മേ, മോളെ, എന്താ പറ്റി? അമ്മേ, എന്താ അമ്മേ പറ്റിയേ? അറിയില്ല ജയൻ ചേട്ടാ, പെട്ടെന്ന് നെഞ്ചില് കൈവച്ച് വേദനയാണെന്ന് പറഞ്ഞ് അമ്മ അങ്ങ് വീണു. ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. അളിയെ നോക്കി നിൽക്കാതെ പിടിക്ക്, ഹോസ്പിറ്റലിൽ എത്തിക്കാം. പെട്ടെന്ന് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. പിടിക്ക്. അയ്യോ അമ്മേ. മോളെ, പ്രതാപ, എന്താ ചേച്ചി? ഈ വീട്ടിലുള്ളവരെ നിനക്ക് തീരെ വിശ്വാസമില്ലേ? അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ? അല്ല, ഋതികയെ ഞങ്ങളൊക്കെ പരിചരിച്ച് ശരിയാവാത്തതുകൊണ്ടല്ലേ റോഹൻ ഇപ്പോ ഋതികയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വന്നത്. അതിന് നിന്റെ സമ്മതം കൂടി ആവുമ്പോ അത് ശരിവയ്ക്കുകയാണെന്നല്ലേ കരുതേണ്ടത്. അങ്ങനെയാവുമ്പോ നിനക്ക് ഞങ്ങളെ ഒന്നും വിശ്വാസമില്ലെന്നല്ലേ അതിന്റെ അർത്ഥം. ചേച്ചി, ഇതിലങ്ങനെ വിശ്വാസത്തിന്റെയും വിശ്വാസക്കുറവിന്റെയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ചേച്ചി ചിന്തിക്കുകയും വേണ്ട. റോഹൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ നമ്മുടെ ഋതിക. അപ്പോ അവളെ ഇങ്ങനൊരു സാഹചര്യത്തിൽ കെയർ ചെയ്യേണ്ടത് അവന്റെ ഉത്തരവാദിത്വം തന്നെയല്ലേ? അകലെ